ലോക പ്രശസ്തമായ നീലഗിരി മൗണ്ടൻ റെയിൽവേയിലെ എൻ്റെ യാത്രാനുഭവം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മഴക്കാലത്ത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാഴ്ചകൾ കാണാമെന്ന് കരുതി കോടയും മഞ്ഞും പ്രതീക്ഷിച്ചിറങ്ങിയിട്ട് നല്ല കട്ട വെയിലാണ് എനിക്ക് കിട്ടിയത്. എന്നിരുന്നാലും കാഴ്ചകൾക്കൊരു കുറവുമില്ലാണ്ട് അതിമനോഹരമായ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ കംപ്ലീറ്റ് ജേർണി മേട്ടുപ്പാളയം മുതൽ ഊട്ടി വരെയുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാലക്കാടിൽ നിന്നാണ് എൻ്റെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. അവിടെ നിന്നൊരു ഇൻ്റർസിറ്റി ട്രെയിനിൽ കയറി വെസ്റ്റേൺ ഘാട്സിൻ്റെ കിടിലൻ വ്യൂവും കണ്ട് 1 മണിക്കൂറിന് ശേഷം കോയമ്പത്തൂർ എത്തി. അവിടെ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് ഒരു പ്രൈവറ്റ് ബസ് കിട്ടി. 2 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം മേട്ടുപ്പാളയം എത്തി. ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ സൂര്യ ഇൻ്റർനാഷണലിൽ 1 നൈറ്റ് സ്റ്റേ എടുത്തു. ഇതാണ് എൻ്റെ റൂം. പുറത്തേക്ക് നീലഗിരി മലനിരകളുടെ നല്ല വ്യൂ കാണാൻ പറ്റും. അങ്ങനെ പിറ്റേ ദിവസം ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നടത്തം തുടങ്ങി. ചരിത്ര പ്രാധാന്യമുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി എഞ്ചിൻ ഒരുങ്ങുന്ന ഒരു സ്റ്റീം ലോക്കോ ഷെഡ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ഊട്ടി വരെയാണ് ഞാൻ ഈ ട്രെയിനിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത്. രാവിലെ 7:10 ഈ ട്രെയിൻ മേട്ടുപ്പാളയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഓൺലൈനിൽ IRCTC വഴി സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായത് കാരണം 2 മാസം മുന്നേ ബുക്ക് ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് ആ മനോഹരമായ യാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ മേട്ടുപ്പാളയം സ്റ്റേഷനോട് വിട പറഞ്ഞ് ഊട്ടി ലക്ഷ്യമാക്കി ട്രെയിൻ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുക. മല കയറാൻ നേരത്ത് ഈ ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലാണ് സ്റ്റീം എഞ്ചിൻ ഘടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച 118 വർഷം പഴക്കമുള്ള നീലഗിരി മൗണ്ടൻ റെയിൽവേ നമുക്ക് ഒന്നിച്ച് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ജൂലൈ 2005 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയ റെയിൽവേയും കൂടിയാണിത്. 1854 ഈ റെയിൽവേ പണിയാൻ പ്ലാൻ ഇട്ടെങ്കിലും 45 വർഷം എടുത്ത് ഇതിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാക്കി നിർമ്മാണം ആരംഭിക്കാൻ. അങ്ങനെ മേട്ടുപ്പാളയം കഴിഞ്ഞ് ആദ്യത്തെ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കല്ലാറിനാണ് ഈ സ്റ്റേഷൻ്റെ പേര്. മേട്ടുപ്പാളയത്തിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരം മാറിയിട്ടാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ട് സ്റ്റീം എഞ്ചിനിൽ വെള്ളം നിറയ്ക്കാനാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നാണ് റാക്ക് ആൻഡ് പിനിയൻ സെക്ഷൻ ആരംഭിക്കുന്നത്. ഈ സ്റ്റേഷൻ കഴിഞ്ഞാൽ കയറ്റം തുടങ്ങുകയാണ്. ഇന്ത്യയിൽ ഏക റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉള്ളത് ഈ റെയിൽവേക്കാണ്. ഈ സ്റ്റീം എഞ്ചിനിൽ ആദ്യം കൽക്കരി കത്തിച്ചായിരുന്നു വെള്ളം തിളപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കൽക്കരി കിട്ടാൻ ബുദ്ധിമുട്ടായത് കാരണം ഡീസൽ ഉപയോഗിച്ചാണ് ഇപ്പോൾ വെള്ളം തിളപ്പിക്കുന്നത്. അങ്ങനെ കല്ലാർ സ്റ്റേഷനോട് വിട പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഈ നീലഗിരി മൗണ്ടൻ റെയിൽവേൻ്റെ ഒരു ചിഹ്നം പറയുകയാണെങ്കിൽ 16 ടണലുകളും 250 പാലങ്ങളും 208 വലിയ വളവുകളും നിറഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഏകദേശം 1874 മീറ്റർ ഉയരത്തിലേക്കാണ് ഈ ട്രെയിൻ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉപയോഗിച്ച് പിടിച്ചു കയറുന്നത്. അങ്ങനെ റെയിൽവേയുടെ ആദ്യത്തെ ടണലിലേക്ക് കയറാണ്. ഈ റെയിൽവേയിൽ ഏറ്റവും നീളം കൂടിയ പാലമാണ് ഈ കാണുന്നത്.
നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ ട്രെയിൻ യാത്ര സമ്മാനിക്കുന്നത്. അടുത്തതായിട്ട് ആഡർലി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എഞ്ചിനിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയേക്കുന്നത്. കുന്നൂർ വരെ എല്ലാ സ്റ്റേഷനിലും 10 മിനിറ്റ് വെള്ളം നിറയ്ക്കാനായിട്ട് നിർത്തും. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അടിവാരത്തേക്ക് നല്ല വ്യൂ കാണാൻ പറ്റും. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ ഒരു ടണൽ കാണാൻ സാധിക്കും. 3ാമത്തെ ടണലാണിത്. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഫുഡൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നേക്കാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിസിലടിച്ച് തിരിച്ച് ട്രെയിനിൻ്റെ അകത്ത് കയറി യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഹിൽഗ്രൂവ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എല്ലാ സ്റ്റേഷനുകളിലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇവിടെയും എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ഈ സ്റ്റീം എഞ്ചിനിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റി 4500 ലിറ്റർ ആണ്. പക്ഷേ മേട്ടുപ്പാലം മുതൽ കുന്നൂർ വരെ ഏകദേശം 12,000 മുതൽ 15,000 ലിറ്റർ വരെ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഈ വെള്ളം തീർന്നനുസരിച്ചാണ് എല്ലാ സ്റ്റേഷനിലും നിർത്തി വെള്ളം നിറയ്ക്കുന്നത്. ഈ സ്റ്റേഷനിൽ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ മേടിക്കാൻ കിട്ടും. അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ സ്റ്റേഷനായിട്ടുള്ള ഒരു അൺനിമേഡ് സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. കട്ടേരി പാർക്കിൻ്റെ തൊട്ട് പുറകിലാണ് ഈ സ്റ്റേഷനുള്ളത്. നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു സ്റ്റേഷനാണിത്. താഴെ കൂടെ സ്ട്രീം ഒഴുകി പോകുന്നു. അതിൻ്റെ കുറുകെ നിർമ്മിച്ച റെയിൽവേ പാളം, അങ്ങ് ദൂരെ കാണുന്ന തേയിലത്തോട്ടം, ഇതെല്ലാം കൂടി നല്ല ഭംഗിയുള്ള കാഴ്ച തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ സമയം 10:30 ആയപ്പോഴത്തേക്കും കുന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മേട്ടുപാളയത്തിൻ്റെ മൂട്ടിയുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് കുന്നൂർ. ഇവിടെയാണ് സ്റ്റീം ലോക്കോ മാറ്റി ഡീസൽ ലോക്കോ ഘടിപ്പിക്കുന്നത്. ഇനി അങ്ങോട്ട് വലിയ കയറ്റം ഇറക്കം ഇല്ലാത്തതുകൊണ്ട് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം കുന്നൂർ വരെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് സമയമുണ്ട്. ലോക്കോ ഒക്കെ മാറാൻ കുറച്ച് സമയമെടുക്കും. ആ സമയത്ത് നമുക്ക് സ്റ്റേഷൻ്റെ കാഴ്ചകൾ കാണാം.
ഫസ്റ്റ് ക്ലാസ്സിൻ്റെ കോച്ചാണ് കേട്ടോ കാണുന്നത്. വലിയ വിൻഡോ ആണ് ഇതിനുള്ളത്. അങ്ങനെ നമ്മുടെ ട്രെയിനിൽ നിന്ന് സ്റ്റീം എഞ്ചിൻ അയച്ചു മാറ്റേക്കാണ്. ആ കാണുന്ന ഡീസൽ എഞ്ചിനും ഒരു എക്സ്ട്രാ ബോഗിയും കൂടിയാണ് ഘടിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ കുന്നൂർ റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇനി ഊട്ടി വരെ ഡീസൽ എഞ്ചിനാണ് നമ്മുടെ ഒപ്പം വരുന്നത്. വെല്ലിംഗ്ടൺ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു മിലിറ്ററി ഏരിയ ആണ് കേട്ടോ ഈ വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ആൾക്കാരെ ഇറങ്ങാനില്ലാത്തതുകൊണ്ട് ട്രെയിൻ നിർത്തിയില്ല. അടുത്ത സ്റ്റേഷൻ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്ട്രെച്ച് നല്ല ഭംഗിയുള്ള സ്ട്രെച്ചാണ് കേട്ടോ. നല്ല ഹൈറ്റുള്ള യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കെട്ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സമ്മറിൻ ബെത്ലഹേമിൻ്റെ അവസാനത്തെ ഭാഗം ഷൂട്ട് ചെയ്തത് ഈ സ്റ്റേഷനിൽ വെച്ചാണ്. അതുമാത്രമല്ല ഒരുപാട് സിനിമകളിൽ നീലഗിരി മൗണ്ടൻ റെയിൽവേ ബന്ധപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെയും ആൾക്കാർ ഇറങ്ങാനില്ലാത്തതുകൊണ്ട് ട്രെയിൻ പുറപ്പെടുകയാണ്. നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കെട്ടി. കെട്ടി വാലിയുടെ മനോഹരമായ വ്യൂ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നീലഗിരി മൗണ്ടൻ റെയിൽവേയിലെ ഏറ്റവും മനോഹരമായ സ്റ്റേഷനായ ലൗഡേലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 1907 ഈ സ്റ്റേഷൻ നിർമ്മിച്ചത്. കുന്നൂർ കഴിഞ്ഞിട്ട് ഒരു സ്റ്റേഷനിലും അങ്ങനെ കാര്യമായിട്ട് നിർത്തിയില്ല. എന്തായാലും ലൗഡേലും കടന്ന് ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി 3 കിലോമീറ്ററും കൂടിയല്ല ഊട്ടിയിലേക്ക്.
അപ്പോൾ അങ്ങനെ ഊട്ടി എത്താറായി. ഊട്ടിയിലേക്കാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അങ്ങനെ രാവിലെ 7 മണിക്ക് മേട്ടുപ്പാളയത്ത് നിന്ന് ആരംഭിച്ച യാത്ര മെല്ലെ കയറ്റം കയറി ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ ഊട്ടി എത്തിയിരിക്കുകയാണ്. 46 കിലോമീറ്ററാണ് മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടി വരെയുള്ള ദൂരം. ഏകദേശം 5 മണിക്കൂർ സമയമെടുത്തു ട്രെയിനിൽ കൂടെ കയറി വരാൻ. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റി. ഈ ജൂൺ മാസത്തിൽ കുറച്ച് മഴയും കോടയും പ്രതീക്ഷിച്ച് കയറിയതാണ്. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ.